അപമാനിക്കപ്പെട്ടെങ്കിൽ ഞങ്ങൾക്കൊപ്പം ചേരാം, മത്സരിപ്പിച്ച് മന്ത്രിയാക്കാം. ഗഡ്കരിയോട് ഉദ്ധവ്. അവഹേളിക്കപ്പെടുന്നതായി തോന്നുകയാണെങ്കിൽ ഉടൻ BJP വിടാൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെട്ട് ശിവസേനാ തലവൻ ഉദ്ധവ് താക്കറെ. ഇത് രണ്ടാം തവണയാണ് നിതിൻ ഗഡ്കരിയോട് ഉദ്ധവ് താക്കറെ BJP വിടാൻ ആവശ്യപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ പൗസാദിൽ നടന്ന റാലിക്കിടെയായിരുന്നു ഉദ്ധവ് താക്കറെയുടെ പരാമർശം. BJPയുടെ അഴിമതി ആരോപണം നേരിട്ട മുൻ കോൺഗ്രസ് നേതാവ് കൃപാശങ്കർ സിംഗ് വരെ BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാണ്. എന്നാൽ നിതിൻ ഗഡ്കരി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ല. 2 ദിവസം മുമ്പ് നിതിൻ ഗഡ്കരിയോട് പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, അവഹേളിക്കുകയാണ് എന്ന തോന്നലുണ്ടാവുകയാണെങ്കിൽ ഉടൻ BJP വിട്ട് മഹാവികാസ് അഘാഡിയിൽ ചേരുക. ഞങ്ങൾ നിങ്ങളുടെ വിജയം സുനിശ്ചിതമാക്കും. ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഉറപ്പായും നിങ്ങളെ ഞങ്ങളുടെ മന്ത്രിയാക്കും. വളരെ പ്രാധാന്യമുള്ള വകുപ്പായിരിക്കും താങ്കൾക്ക് നൽകുക. ഉദ്ധവ് താക്കറെയുടെ പ്രസംഗത്തിൻ്റെ പരിഭാഷ. തെരുവിൽ കഴിയുന്ന ആൾ താങ്കളെ അമേരിക്കൻ പ്രസിഡന്റാക്കാം എന്ന് പറയുന്നത് പോലെയാണ് ഉദ്ധവ് താക്കറെയുടെ വാഗ്ദാനമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് താക്കറെയെ പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചു. BJPയുടെ മികച്ച നേതാക്കളിൽ ഒരാളാണ് നിതിൻ ഗഡ്കരി. സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. മഹാരാഷ്ട്രയിലെ സീറ്റ് വിഭജനത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നതിനു ശേഷമേ സംസ്ഥാനത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കൂ എന്നും ഫട്നാവിസ് കൂട്ടിച്ചേർത്തു. അതേസമയം പൗരത്വ ഭേദഗതി നിയമങ്ങളുടെ വിജ്ഞാപനത്തെ ഇലക്ഷൻ ജംല എന്നാണ് ഉദ്ധവ് താക്കറെ വിശേഷിപ്പിച്ചത്. ഹിന്ദുക്കളും സിഖുകാരും പാഴ്സികളും അയൽ രാജ്യത്തു നിന്നും വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുമ്പ് നിയമം നടപ്പിലാക്കിയത് സംശയാസ്പദമാണെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയിട്ട് 4 വർഷത്തിലേറെയായി. എന്നാൽ ജമ്മു കശ്മീരിൽ ഒരു തെരഞ്ഞെടുപ്പും നടന്നിട്ടില്ലെന്നും കശ്മീരി പണ്ഡിറ്റുകൾ ഇതുവരെ കശ്മീരിലെ വീടുകളിലേക്ക് മടങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJP ആദ്യം കശ്മീരി പണ്ഡിറ്റുകളെ കൊണ്ടുവന്നതിനു ശേഷം CAA നടപ്പിലാക്കട്ടെ എന്നും താക്കറെ കൂട്ടിച്ചേർത്തു. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വശത്ത് മതങ്ങളെ തമ്മിലടുപ്പിച്ച് ഭരണഘടന മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന BJPയും മറുവശത്ത് ദേശസ്നേഹികളുടെ ഇന്ത്യ മുന്നണിയുമാണുള്ളതെന്നും താക്കറെ പറഞ്ഞു. ഒരു വിഭാഗം ദേശഭക്തരും മറ്റൊരു വിഭാഗം ദ്വേഷ്ഭക്തരുമാണെന്നും താക്കറെ കൂട്ടിച്ചേർത്തു. സംഘർഷഭരിതമായ മണിപ്പൂരിനെ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി ഇതുവരെ സമയം കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.